UDF ഭരണത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാറാട് കലാപം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ബാലൻ ചെയ്തത്. വർഗീയ ശക്തികളെ നേരിടുന്നതിൽ UDF കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേ വർഗീയ ശക്തികൾ നമ്മുടെ കേരളം വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല. അവരെ തലപൊക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ, അതിൻ്റേതായ നീക്കങ്ങൾ ഉണ്ടായാൽ കർക്കശമായ നടപടികളിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാർ രീതി. അതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. വിവരങ്ങളുമായി സെയ്ഫ് സൈലബ്ദീനാണ് ചേരുന്നത്. സെയ്ഫ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ AK ബാലന്റെ വിവാദ പ്രസ്താവനയോട് എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക എന്ന് തന്നെയായിരുന്നു ഉറ്റുനോക്കിയത്. കരുതിയതുപോലെ തന്നെ AK ബാലനെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞാണ് അദ്ദേഹം AK ബാലനെ ന്യായീകരിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹം UDF ഭരണകാലത്തായിരുന്നു ഇത് നടന്നതെങ്കിൽ, ഈ സംഭവം നടന്നതെങ്കിൽ ഉണ്ടാവുന്ന കാലഘട്ടത്തെക്കുറിച്ചും LDF സർക്കാരിന്റെ കാലത്താണ് നടന്നതെങ്കിൽ ഉണ്ടാവുന്ന കാലഘട്ടത്തെക്കുറിച്ചും താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. UDFന്റെ കാലത്താണ് മാറാട് കലാപം നടക്കുന്നത്. മാറാട് കലാപത്തിന്റെ ആ സ്ഥലത്തേക്ക് അന്ന് AK ആന്റണിയാണ് മുഖ്യമന്ത്രി. അന്ന് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി അവിടത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ RSSകാർ പറഞ്ഞു അങ്ങനെ മന്ത്രിക്ക് വരാൻ കഴിയില്ല. അത് കേട്ടുകൊണ്ട് നിന്നയാളാണ് AK ആന്റണി എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടവും ഈ കാലഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ബാലൻ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചത്. അതിനൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് സിംല സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്, അവർക്ക് കിട്ടുന്ന അർഹമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന AK ആന്റണിയുടെ പ്രസ്താവന. അതുപോലെ തന്നെ സതീശന്റെ മലപ്പുറത്ത് കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചപ്പോൾ അത് സാമുദായിക സന്തുലനം പാലിക്കണം, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാകുമെന്ന് സതീശൻ പറഞ്ഞ വാചകങ്ങൾ. അതിനൊപ്പം തന്നെ ചെന്നിത്തല അവിടെ 2 സ്കൂളുകൾ അനുവദിച്ചപ്പോൾ, 2 സീറ്റുകൾ അനുവദിച്ചപ്പോൾ കൂടുതൽ സീറ്റുകൾ അവർ നേടിയെടുക്കും വരും കാലങ്ങളിൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ UDF നേതാക്കന്മാർ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ വാക്കുകൾ എടുത്തുകൊണ്ടാണ് AK ബാലനെ ന്യായീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചത്. അത് ചരിത്രം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും AK ബാലൻ പറഞ്ഞത് അങ്ങനെയാണ്. LDF കാലത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല, UDF കാലത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തിയാണ് സംസാരിച്ചത്. ഈ കാലഘട്ടത്തെക്കുറിച്ചല്ല AK ബാലൻ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ദിവ്യ, യെസ്, അപ്പോൾ ഇതിൽ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ എക്കാലവും ഒരേ നയവും നിലപാടും സ്വീകരിക്കുന്നത് CPM ആണ്, അടിക്കടി മാറ്റുന്നത് കോൺഗ്രസ് ആണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലും CPMന്റെ നിലപാട് എന്തായിരിക്കുമെന്ന സൂചന കൂടിയല്ലേ അദ്ദേഹത്തിന്റെ വാക്കിലുള്ളത്? അതെ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൂചനയാണ് നൽകുന്നത്. രാവിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പാർട്ടി നിലപാട് പറയേണ്ടത് താനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ന്യൂനപക്ഷ വർഗീയത അതായത് നടത്തിയാലും, അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരേ സമീപനമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ന്യൂനപക്ഷ വർഗീയത ജമാഅത്തെ ഇസ്ലാമി നടത്തിയാൽ അതിനെ എതിർക്കും, ഭൂരിപക്ഷ വർഗീയത RSS നടത്തിയാൽ അതിനെ എതിർക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്കെതിരെ ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങൾക്കെതിരെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിവാദ പ്രസ്താവനയിൽ AK ബാലനെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി.